ഹലോ എവ്രിവൺ, എല്ലാ പ്രിയപ്പെട്ടവർക്കും തത്സമയം ശാലിനിയുടെ വൈകിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കുറേ നാളായി കണ്ടിട്ട്. നിങ്ങളിൽ ചിലരെങ്കിലും എൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനെ തുടർന്ന് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. നമ്മുടെ ചാനലിൽ മാത്രം, തത്സമയം ശാലിനിയിൽ മാത്രം ഫോട്ടോസോ വിശേഷങ്ങളൊന്നും പങ്കുവെച്ചിട്ടില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അറിയിച്ചത്. എന്തായാലും ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളോട് പറയാൻ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരു പോസ്റ്റ് പോലും തത്സമയം ശാലിനിയിൽ പങ്കുവയ്ക്കാതെ അങ്ങനെ മാറി നിന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, തിരക്കായിപ്പോയി, അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു യാത്ര, ആഗ്രഹിച്ചൊരിടത്തേക്ക് ഒരു യാത്ര പോയിരിക്കുകയാണ്. ഇത് ദിലീപേട്ടനാട്ടോ. ദിലീപേട്ടൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ എന്താണെന്ന് വിചാരിക്കേണ്ട. ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആ യാത്രയിലെ ചില നിമിഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ട്രെയിനിൽ തന്നെയാണ് പോയത്. അത് എന്താ പറയുക, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോകാനുണ്ടായിരുന്നു. യാത്രകളും സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ തന്നെയായിരുന്നു പോയിരുന്നത്. ഇത് ബാലി എത്തിയപ്പോൾ ഞാനൊരു ക്ലിക്ക് ചെയ്ത്, ആളെപ്പോഴും ബിസി ആയിരുന്നു. അങ്ങനെ സൺസെറ്റിൻ്റെ ആ മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എന്താ പറയുക, ജീവിതത്തിൽ കുറേ നാൾ കൂടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെയൊക്കെ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കായിരുന്നു ഞാൻ പോയത്. ഡൽഹിയിൽ നിസാമുദ്ദീൻ ദർഗയിലേക്കായിരുന്നു എൻ്റെ യാത്ര. നിസാമുദ്ദീനും ശാലിനിയായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ ബന്ധം തന്നെയുണ്ട്. 3 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബിഗ് ബോസിലേക്കുള്ള ഓഡിഷൻ കോള്. ആദ്യം ചാനലുമായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എന്നെ തേടിയെത്തിയ ആദ്യത്തെ കോള് ഞാൻ നിസാമുദ്ദീനിൽ നിൽക്കുമ്പോഴായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹശേഷം പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ നിസാമുദ്ദീൻ ദർഗയിൽ പോയി. ഹസ്രത്ത് നിസാമുദ്ദീൻ ഓലിയ, നമ്മുടെ കുൻഫയാക്കുൻ റോക്ക് സ്റ്റാറിലെ ആ സോങ്ങൊക്കെ നോക്കിക്കഴിഞ്ഞാൽ AR റഹ്മാൻ സെർച്ച് ചെയ്തിട്ടുള്ള ആ പാട്ടിലെ വിഷ്വൽസ് നോക്കിയാൽ നമുക്ക് ആ സ്ഥലം മനസ്സിലാവും. ഭയങ്കര സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോകാൻ എനിക്ക് എത്ര ദിവസം നിന്നാലും മതിയാവില്ല. അത്രയും മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് എനിക്ക്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്ന ഒരിടമാണ് നിസാമുദ്ദീൻ ദർഗ. ദൈവമെല്ലാം ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ നമ്മൾ ഓർക്കുകയും സ്മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അംശം ഉണ്ടെന്ന് കരുതുന്നിടത്തൊക്കെ ഞാൻ പോകാറുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മളിൽ തന്നെ ഈശ്വരനുണ്ട്, ആ ചൈതന്യം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സന്തോഷം ഒക്കെ പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകുമ്പോൾ ഞാൻ പോകുന്നത് നിസാമുദ്ദീൻ ദർഗയിലായിരുന്നു ആഗ്രഹിച്ചത്. ഇത് 3 വർഷമായിട്ട് എൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ഒരു ചരടാണ് കേട്ടോ. അത് അവിടുത്തെ താലാബിൽ, അവിടുത്തെ കുളത്തിൽ ഞാൻ ഇട്ടിട്ടാണ് പോകുന്നത്. പുതിയ ചരട് കെട്ടി. ഇത് ജുമാ മസ്ജിദാണ്. ഡൽഹി ജുമാ മസ്ജിദിൽ പോയിരുന്നു. എല്ലാ ഫോട്ടോസൊന്നും പങ്കുവയ്ക്കില്ല, പക്ഷെ അത്രയും സന്തോഷം നിറഞ്ഞ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പ്രൊഫൈലിൽ നിന്നും ഇങ്ങനെ ഒരു ഫോട്ടോ പങ്കുവയ്ക്കാൻ പറ്റും, നിങ്ങളെയൊക്കെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നും ഒറ്റയ്ക്കൊക്കെ തന്നെയായിരിക്കും ഞാനും എൻ്റെ കുഞ്ഞും കുടുംബവും ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നാളുകളായി ദിലീപേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ 2024 എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ഞാനിത് പങ്കുവെച്ചത്. ഏത് ഫ്രെയിം എടുത്താലും ഏത് ഫോട്ടോസ് എടുത്താലും എൻ്റെ മനസ്സിൽ എന്നും ഒന്നാം സ്ഥാനം ഉണ്ണിക്കുട്ടനും ദിലീപേട്ടനും കൂടിയിട്ടുള്ള ഈ ഫോട്ടോയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെന്താ, ബിഗ് ബോസ് മലയാളം അങ്ങനെ 6ാം സീസണിലേക്ക് കടക്കുകയാണ്. മത്സരാർത്ഥികൾ ഓരോരുത്തരെയൊക്കെ നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൂടെ അറിഞ്ഞു വരുന്നു. ആരൊക്കെയായിരിക്കും നാളത്തെ താരങ്ങളെന്ന പ്രതീക്ഷയോടെ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യമുള്ള തിരക്കുകൾ കാരണം എനിക്ക് ഏതെങ്കിലും മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ഹിൻസ് ഷെയർ ചെയ്യാനോ റിവ്യൂസ് പങ്കുവയ്ക്കാനൊന്നും പറ്റാതെ പോയി. എനിവേ, നമ്മുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ തത്സമയം ശാലിനിയിലൂടെ അറിയിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം മാറ്റിപ്പിടിക്കോ താരങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള സ്നേഹം, അറിയിക്കാനുള്ള നന്ദിയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് കേട്ടോ. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ തന്നിട്ടുള്ള സപ്പോർട്ട്, 10 ദിവസം കൊണ്ടാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി തന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് തന്നെ വീണ്ടും മറന്നുപോയിടത്തുനിന്ന്, മറന്നതല്ല, സമയക്കുറവ് കൊണ്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മറക്കാതെ, നിങ്ങൾ തന്ന സപ്പോർട്ടും കരുതലും എന്താ പറയുക, മറക്കാതെ മുന്നോട്ട് ഞാൻ പോകുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ, ജീവിതത്തിലുണ്ടാവുന്ന സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഞാൻ ഇവിടെ തന്നെ വരും. പിന്നെ എൻ്റെ ഭാവിയിലെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, സിനിമ ചെയ്യണ്ടേ, സിനിമ വലിയൊരാഗ്രഹമാണ്. അതൊക്കെ ഒപ്പം തന്നെ തത്സമയം ശാലിനിയിലൂടെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കും. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട്
പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരണം എന്ന് തന്നെയാണ് വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇത്രയും വൈകിയ ഒരു വേളയിൽ ഒട്ടും പെർഫെക്ഷൻ ഇല്ലാത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. തെറ്റുകളൊക്കെ ഉള്ളത് നിങ്ങൾ ക്ഷമിച്ചു തരണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അസുഖങ്ങളൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും, പക്ഷേ മരുന്ന് കഴിച്ചാൽ മാറ്റാത്ത അസുഖങ്ങളൊന്നും നമ്മളിൽ ആർക്കും അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഇസ് മീ, ശാലിനി.